ലാൽ ജോസ് ഒരു ടൈം വരെ ഹൈലി റെപ്യൂട്ടഡ് ആയിരുന്ന ഒരു ഡയറക്ടർ. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫിലിമോഗ്രഫി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. പല തരത്തിലുള്ള സിനിമകൾ, അതിൽ തന്നെ ആവറേജ് ഓർ ബിലോ ആവറേജ് എന്ന് പറയാവുന്ന സിനിമകൾ വിരളമായിരുന്നു. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് നമ്മൾ എഴുത്തുകാർക്കും കൊടുക്കണമെങ്കിലും ലാൽ ജോസിന്റെ സിനിമകൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു മിനിമം ഗ്യാരണ്ടി ആയിരുന്നു. ആൻഡ് രസികൻ, മുല്ല, എൽസമ്മ, നീലത്താമര പോലെ ഒരുപാട് പുതുമുഖ നായകന്മാരും ഇദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ റെപ്യൂട്ടേഷൻ ഒക്കെ 2014 അദ്ദേഹത്തിന്റെ വിക്രമാദിത്യൻ എന്ന സിനിമ ഇറങ്ങുന്നത് വരെ വെൽ ഇൻടാക്ട് ആയിരുന്നു. ആൻഡ് ആ സിനിമയും ഒരു മികച്ച സിനിമയായിരുന്നു. ദുൽഖർ സൽമാന്റെ അതുവരെ ഉണ്ടായിരുന്ന കരിയറിലെ ഒരു സാധാ മലയാളിയുടെ സ്ട്രക്ചറുള്ള രൂപമുള്ള ഒരു കഥാപാത്രമായി അദ്ദേഹം ആദ്യം വന്നത് ഈ ചിത്രത്തിലായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മലയാളം സിനിമയിലെ എക്കാലത്തെയും മികച്ചൊരു മോട്ടിവേഷൻ രംഗമുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു അത്. അപ്പൊ ആ ഒരു 2014 വരെ ഒരു സിനിമ ആരാധകൻ എന്ന നിലക്ക് ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിക്കാത്തതാണോ, അതോ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്ന തരത്തിലുള്ള സിനിമകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരാത്തതാണോ എന്താണെന്ന് അറിയില്ല. അതിനുശേഷം ഇറങ്ങിയ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ സിനിമ ഇറങ്ങിയപ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടതും പിന്നീട് ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടതുമായ ഒരു സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോ. സിനിമയുടെ പേര് മ്യാവു. നമുക്ക് ആ ടൈറ്റിലിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. കാര്യം സംഗതി ക്യാച്ചി ആണെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ജനങ്ങളെ ആ പടത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിൽ കൂടിയായിരുന്നു അത്. എനിവേസ് ഈ സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ ഒന്നും എനിക്കറിയില്ല. ഇറങ്ങിയ കാലത്ത് ഞാൻ ഇതൊട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് ജോലി അന്വേഷിച്ച് ഞാനൊന്ന് ദുബായ് വരെ പോയി വന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ അവിടെ വെച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം റാൻഡം ആയിട്ടാണ് ഞാൻ ഈ സിനിമയിൽ ഒരു ക്ലിപ്പ് കാണാൻ ഇടയാവുന്നത്. ഞാൻ അപ്പം നിൽക്കുന്നത് ദുബായിലായതുകൊണ്ടും ഈ സിനിമയിലെ പശ്ചാത്തലം ദുബായ് ആയതുകൊണ്ടും എനിക്കെന്തോ ആ ലൊക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കണക്ട് ആയി. അങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടു, 2 ക്ലിപ്പ് കണ്ടു, കൊടുക്കും പടം മുഴുവനും അങ്ങ് കണ്ടു. സോ ഈ സിനിമ കണ്ടൊരാളെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപക്ഷെ എന്തുകൊണ്ടോ നിങ്ങളിൽ ആരെങ്കിലും ഈ സിനിമ കാണാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പറയുന്നു, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കണം. ഇത് ഭയങ്കര അടിപിടി, ബഹളം, ട്വിസ്റ്റ് അതൊന്നുമുള്ള സിനിമയല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. പക്ഷെ പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ നമുക്ക് തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഫ്രം വൺ പോയിന്റ് നമ്മൾ പിന്നെ ഒരു പ്രേക്ഷകനായിട്ടായിരിക്കില്ല. ഈ സിനിമയിൽ ഒരു 3 മക്കളും അവരുടെ ബാപ്പയും പിന്നെ അവരുടെ ബാപ്പയുടെ കൂട്ടുകാരനും ഒരു ചന്ദ്രേട്ടനുമുള്ള ഒരു 5 അംഗ സംഘമുണ്ട്. നമ്മളും ആ കൂട്ടത്തിൽ ഒരാളായി നമുക്കങ്ങ് തോന്നിപ്പോകും. അത്രക്ക് റിലാക്സ്ഡ് ആയി കാമായി ഈ സിനിമ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് കിട്ടിയത്. സോ നിങ്ങൾക്ക് സധൈര്യം ഫാമിലിയോടൊത്ത് കാണാൻ കഴിയുന്ന ഒരു കൊച്ചു സിനിമ അതായിരുന്നു 2021 പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം.